തിരിച്ചു രാധാകൃഷ്ണൻ തിരിച്ചു വരുന്നു 2021 എങ്ങനെയാണ് രാധാകൃഷ്ണൻ തിരിച്ചു വരുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. കാരണം 2021 സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തത് സത്യം പറഞ്ഞാൽ UR പ്രദീപിനെ തന്നെയായിരുന്നു. കാരണം UR പ്രദീപയുടെ സിറ്റിംഗ് MLA ആണ്, ഒരു വട്ടം MLA ആയിട്ടുള്ളൂ, രണ്ടാം വട്ടത്തിന് യോഗ്യനാണ്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്ന UR പ്രദീപിനെ തന്നെ. പക്ഷേ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് UR പ്രദീപിന് പകരം K രാധാകൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ശുപാർശയാണ് തിരിച്ചു വരുന്നത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ്റെ താല്പര്യം തന്നെയായിരുന്നു K രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് 2021 അവിടെ K രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ അതായത് K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ CPM ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടു. അതോടുകൂടെ പിണറായിക്ക് ശേഷം ഒരു ദളിത് നേതാവ് മുഖ്യമന്ത്രിയാകാനുള്ള സാഹചര്യം CPM അടച്ചു, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ അടച്ചു എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ദളിത് നേതാവിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തി കാട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ പേര് പറയുന്ന UDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതാ ഞങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നേടാൻ പറ്റുമോ? കൊടിക്കുന്നിൽ സുരേഷിനെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ ആലോചിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇതേവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇനി അത് ആലോചിക്കുക പോലും ഉണ്ടാവില്ല.